ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു ഫിഷ് ബിരിയാണിയാണ് നമ്മൾ റെഡിയാക്കി എടുക്കുന്നത്. അതിനായിട്ട് ഞാനിവിടെ 1 കിലോ നെയ്മീൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം ദശകട്ടിയുള്ള ഏത് മീൻ വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം കേട്ടോ. ഇതിലേക്ക് ഇപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ 1 മുറി നാരങ്ങയുടെ നീര്, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ കുരുമുളക് പൊടി. ഇത്രയും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. പിന്നെ വെളിച്ചെണ്ണ ഞാനൊരു 1/2 ടീസ്പൂൺ ചേർക്കുന്നുണ്ട് കേട്ടോ, നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ മിനിമം ഒരു 20 മിനിറ്റെങ്കിലും നമ്മളിത് സെറ്റാക്കാനായിട്ട് വെക്കണം. കൂടുതൽ സമയം വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കേട്ടോ. ഇനി ആ സമയം കൊണ്ട് നമുക്ക് ബിരിയാണിയുടെ റൈസ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാനിവിടെ ബസ്മതി റൈസ് 2 കപ്പ് വെള്ളത്തിലൊന്ന് കുതിരാനായിട്ട് ഒരു അരമണിക്കൂർ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് വലിയൊരു പാത്രത്തിൽ വെള്ളം തിളയ്ക്കാനായിട്ട് വെക്കാം. അപ്പോൾ നമ്മൾ റൈസ് എപ്പോഴും ഒരു 80% വേവിക്കാൻ പാടുള്ളൂ. അതിനുശേഷം നമുക്ക് ദമ്മിടാനുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വെള്ളം തിളച്ച ശേഷം വേണം അരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട്. അപ്പോൾ അതിലേക്ക് നമ്മളിപ്പോൾ ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്ന കുറച്ച് കുരുമുളക്, ഏലക്ക, കറുവപ്പട്ട, ജാതിപത്രി, പിന്നെ സ്റ്റാർ അനൈസ്, ഗ്രാമ്പൂ, ഇതൊക്കെയാണ്. പിന്നെ ഇതിലേക്ക് നമ്മൾ 1 ടീസ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്, ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്, 1 മുറി നാരങ്ങയുടെ നീരും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി അരി നല്ലോണം ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളം ഇത്തിരി കൂടുതലിട്ടാലും കുഴപ്പമില്ല കേട്ടോ ഇതിൽ, കാരണം നമ്മൾ ഈ ചോറ് വെന്ത് കഴിയുമ്പോൾ അത് ഊറ്റിയെടുക്കുകയാണ് ഇതിൽ തന്നെ ഇട്ട് പറ്റിക്കുകയല്ല കേട്ടോ. ചോറിപ്പോൾ പാകത്തിന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഇത് വെള്ളം പോകാനായിട്ട് നമുക്കൊരു കൊട്ടയിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ആ മീനൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനായിട്ട് മസാല റെഡിയാക്കുന്ന അതേ പാൻ തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് കുറച്ച് കറിവേപ്പിലയും കൂടെ തൂളി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം. അതിൻ്റെ മുകളിലും കുറച്ച് കറിവേപ്പില ഞാൻ ഇടുന്നുണ്ട്, നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയാണ്. ഇനി ചെറിയ തീയിൽ വെച്ചിട്ട് 2 മിനിറ്റ് തിരിച്ച് മറിച്ചിട്ട് 2 സൈഡ് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒത്തിരി ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ, സോഫ്റ്റായിട്ട് ഫ്രൈ ചെയ്താൽ മതി. ഇപ്പോൾ മീനിൻ്റെ ഒരു സൈഡ് നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കാം. അതിൻ്റെ മറ്റേ സൈഡും കൂടെ നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരട്ടെ. അതിനുശേഷം വേണം നമുക്കത് കോരി അതിൻ്റെ ഓയിൽ പോകാനായിട്ടൊരു പാത്രത്തിലേക്ക് മാറ്റി വയ്ക്കാം. ഇനി ആ സെയിം ഓയിൽ തന്നെയാണ് നമ്മൾ മസാല ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിലേക്ക് ആദ്യം തന്നെ 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ പച്ചമണം നന്നായിട്ട് മാറി വരുന്നവരൊന്ന് വഴറ്റി കൊടുക്കണേ. വലിയ 2 സവാള ചെറുതായിട്ട് അരിഞ്ഞതിലേക്ക് നമുക്കിപ്പോൾ ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും കൂടി ചേർക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇത് വാടി വരും കേട്ടോ. പിന്നെ ഇതിലേക്ക് ഒരു പിടുത്തം മല്ലിയില പുതിനയിലയും കൂടെ ഞാൻ ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് തക്കാളിയാണ്. ഇതിപ്പോൾ ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് അങ്ങനെ ചേർക്കാം. ഞാനിത് ജസ്റ്റ് മിക്സിയുടെ ജാറിലൊന്ന് നന്നായിട്ട് അടിച്ചെടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങോട്ട് മസാലയോട് ചേർന്നുള്ളൂ കേട്ടോ ഇത്. ഇനി ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. ഇനി ഈ മസാലയിലേക്ക് നമുക്ക് അരമുറി നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കാം. നല്ലൊരു പുളിരസം കിട്ടും, അതിന് വേണ്ടിയാണേ. അപ്പോൾ ഞാൻ തൈര് ചേർക്കുന്നില്ല കേട്ടോ ഇതിലേക്ക്. മസാലപ്പൊടികൾ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്നത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല. ഇനി നമുക്ക് നല്ല എരിവ് വേണമെന്ന് ഇഷ്ടമുള്ളവരാണെങ്കിൽ അവർക്ക് നല്ല മുളക് പൊടി ഉപയോഗിക്കാം കേട്ടോ. ഇനി ഇതിന് പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. ഇതിലേക്ക് ഞാൻ പ്രത്യേകിച്ച് തൈരൊന്നും ചേർക്കുന്നില്ല കേട്ടോ. ഇനി ഇത് നന്നായിട്ടൊന്ന് ഡ്രൈ ആയി വരട്ടെ. അതിന് ശേഷം വേണം നമുക്കതിലേക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് നമുക്ക് അടച്ച് വെച്ച് ആ മീനിലേക്ക് മസാല പിടിക്കുന്നത് വരെ ഒരു 5 മിനിറ്റ് ചെറിയ തീയിലൊന്ന് വേവിക്കണേ. ഇപ്പോൾ ഫിഷ് മസാല റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ചോറ് ഒരു ലെയറായിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ചോറ് ഇപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഇടുകയാണേ. എന്നിട്ട് അതിന് മുകളിൽ വേണം നമുക്ക് കുറച്ച് മല്ലിയില, കുറച്ച് നെയ്യ്, പിന്നെ കളർ കിട്ടാനായിട്ട് ഞാൻ ഇളം ചൂടുള്ള പാലിൽ കുറച്ച് മഞ്ഞൾപ്പൊടി കലക്കി എടുത്തിട്ടുണ്ട്. അതും കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ കാഷ്യൂനട്ട്, കിസ്മസ്, ഓണിയൻ ഇതൊക്കെ ഫ്രൈ ചെയ്ത് ചേർക്കാൻ ഇഷ്ടമുള്ളവർക്ക് ഈ സമയത്ത് ഇതിലേക്ക് കുറേശ്ശെ തൂളി കൊടുക്കാം. അപ്പോൾ ഞാൻ സാധാരണ ഫിഷ് ബിരിയാണിയിൽ അത് ചേർക്കാറില്ല കേട്ടോ. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമാണ്, ഇഷ്ടമുള്ളവർക്ക് ചേർക്കാം കേട്ടോ. അങ്ങനെ ചോറ് മുഴുവനും 2-3 ലെയറാക്കി നമുക്ക് ഇതുപോലെ ഒന്ന് സെറ്റാക്കി എടുക്കാം. കുറച്ച് ഗരം മസാലയും കൂടെ അതിൻ്റെ മുകളിലൊന്ന് തൂളി കൊടുക്കുന്നുണ്ട്. പിന്നെ ഇത് നമുക്ക് കട്ടിയുള്ളൊരു തവയുടെ മുകളിൽ വെച്ച് സിൽവർ ഫോയിൽ കൊണ്ടൊന്ന് അടച്ചിട്ട് നല്ല കട്ടിയുള്ളൊരു അടപ്പ് അതിൻ്റെ മുകളിൽ വെച്ച് 10 തൊട്ട് 15 മിനിറ്റ് വരെ ചെറിയ തീയിലൊന്ന് ദം ചെയ്തെടുക്കണേ. അതിന് ശേഷം വേണം നമുക്കിത് ഉപയോഗിക്കാനായിട്ട്. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അതുപോലെ പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാനും പറ്റും. അപ്പോൾ നിങ്ങളെല്ലാവരും തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണേ. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്